നമസ്കാരം. ഒരിക്കലും തലയ്ക്ക് വെളിവ് വീഴാത്തവരാണ് അന്തം കമ്മികൾ. അവർക്ക് സ്വന്തമായി ഒരു അഭിപ്രായമില്ല. നേതാക്കൾ പറയുന്നത് എന്താണോ അതാണ് അവർക്ക് വേദവാക്യം. പാർട്ടിക്കുള്ളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവന്റെ ഗതി എന്തായിരിക്കുമെന്ന സഖാവ് ടി.പി. ചന്ദ്രശേഖരന്റെ അനുഭവം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്കതിന് സാധിക്കാറില്ല. അതിനുള്ള അവകാശവുമില്ല. ഇപ്പോൾ പാർട്ടിയിലുള്ളത് വെറും അടിമകൾ മാത്രമാണ്. അടിമകൾ എന്ന വിശേഷണത്തിന് പോലും അവർക്ക് അർഹതയില്ല. പാർട്ടിയുടെ ഇന്നത്തെ അപജയത്തെക്കുറിച്ച്, നിലവാരമില്ലായ്മയെക്കുറിച്ച് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്. ഇപ്പോഴും തലയ്ക്ക് വെളിവ് വീഴാത്ത അന്തങ്ങൾ ഇതൊന്ന് കേൾക്കണം. അയാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നേതൃത്വമേ കണ്ണു തുറക്കൂ. ഇത് പാർട്ടി പ്രവർത്തകരുടെ ഉള്ളുപൊള്ളുന്ന തുറന്ന കത്താണ്. ബഹുമാനപ്പെട്ട പാർട്ടി നേതൃത്വത്തിന് ഒരു സാധാരണ പ്രവർത്തകൻ എഴുതുന്നത്: ചുവപ്പ് കൊടിയെ നെഞ്ചേറ്റി വെയിലും മഴയും കൊണ്ട് പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ പണിയെടുത്ത ആയിരക്കണക്കിന് പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് നമ്മുടെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ മനസാക്ഷി അനുവദിക്കുന്നില്ല. പ്രസ്ഥാനമെന്നാൽ നമ്മൾ എന്നതിൽ നിന്നും മാറി ഞാൻ എന്ന വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങുന്നത് കണ്ടു നിൽക്കാൻ വേദനയുണ്ട്. ദേശീയ നേതാക്കൾ വെറും കാഴ്ചക്കാരാണോ? നമ്മുടെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന എം.എ. ബേബിയെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കൾക്ക് ഇന്ന് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണുള്ളത്? ബുദ്ധിജീവിയെന്നും സാംസ്കാരിക നായകനെന്നും നാം വിശേഷിപ്പിച്ച സഖാവ് എം.എ. ബേബിയെ പോലെയുള്ളവർ ഈ നിർണായക സമയത്ത് എവിടെയാണ്? ദേശീയ നേതൃത്വത്തെ പോലും നോക്കുകുത്തിയാക്കി കേരളത്തിൽ ഒരാൾ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഏത് കമ്മ്യൂണിസ്റ്റ് രീതിയാണ്? മരുമകനു വേണ്ടി മറ്റുള്ളവരെ എല്ലാം തടയുന്നു. എ.എൻ. ഷംസീറിനെ പോലെ തൻ്റെ ഇടമുള്ള യുവനേതാക്കളെ സൈഡ് ബെഞ്ചിലിരുത്തി മരുമകൻ മുഹമ്മദ് റിയാസിനു വേണ്ടി വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് എന്തിനാണ്? ഇത്രയും കാലം മന്ത്രിയായിരുന്നിട്ടും സർക്കാരിൻ്റെ പവർ ഉപയോഗിച്ചിട്ടും സ്വന്തം മണ്ഡലത്തിൽ പോലും തനിയെ ജയിച്ചു വരാൻ സാധിക്കാത്ത വിധം റിയാസ് ദുർബലനായി പോയത് നേതൃത്വം കാണുന്നില്ലേ? റിയാസിനെ സംരക്ഷിക്കാൻ ഷംസീറിനെ പോലെയുള്ളവരെ ബലി കൊടുക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ചോര തിളയ്ക്കുന്നുണ്ട്. ശൈലജ ടീച്ചറെ എന്തിനാണ് നാടുകടത്തിയത്? ലോകത്തിന് മുമ്പിൽ പാർട്ടിയുടെ അഭിമാനമായി മാറിയ കെ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിലേക്ക് അയച്ചത് എന്തിനാണ്? റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച ടീച്ചറെ സ്വന്തം തട്ടകത്തിൽ നിന്ന് പിഴുതെറിഞ്ഞത് അവരെ രാഷ്ട്രീയമായി തളർത്താനല്ലേ? ജനകീയരായ നേതാക്കളെ വെട്ടിനിരത്തുന്നത് പാർട്ടിയുടെ നയമാണോ അതോ ഒരാളുടെ മാത്രം ഈഗോയാണോ? ഇടുക്കിയിലെ വിചിത്ര നാടകം തന്നെ നോക്കൂ. ഇടുക്കിയിൽ എന്താണ് കണ്ടത്? ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വിശ്രമിക്കുന്ന കെ ജയചന്ദ്രനെ ഉടുമ്പൻചോലയിൽ കെട്ടിയിറക്കിയപ്പോൾ സിംഹത്തെ പോലെ ഗർജിച്ചിരുന്ന എം മണിയാശാൻ എവിടെ പോയി? മണിയാശാന്റെ ആരോഗ്യം മോശമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കിയവർ അതിലും മോശമായ അവസ്ഥയിലുള്ള ജയചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയത് ആരെ പറ്റിക്കാനാണ്? അതുപോലെ SFIയിൽ ഒരു നേതാവ് പോലുമില്ലേ? വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നത് നാണക്കേടാണ്. സമരത്തിന് പോകാനും അടികൊള്ളാനും മാത്രം നമ്മുടെ കുട്ടികളെ ഉപയോഗിച്ചിട്ട് അവസരം വരുമ്പോൾ അവരെ തഴയുന്നത് എന്ത് ന്യായമാണ്? രാഷ്ട്രീയ പക്വതയുള്ളവർക്ക് പകരം തല്ലിപ്പൊളികളെ വളർത്തിയതിൻ്റെ തിരിച്ചടിയല്ലേ ഈ ദാരിദ്ര്യം? അതുപോലെ സ്വരാജ് സഖാബിനെ മൊത്തത്തിൽ ഇല്ലാതാക്കി കളഞ്ഞില്ലേ പാർട്ടി? ഇന്നലകളിലെ സ്വരാജിൻ്റെ അധ്വാനം വെറുതെയായില്ലേ? നമ്മുടെ സ്വരാജിനെ പോലെയുള്ളവർ ചാനലുകളിലും വേദികളിലും തൊണ്ട കീറി പാർട്ടിയെ ന്യായീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നേതാക്കൾക്ക് തന്നെ അയാളെ പിന്നിൽ നിന്ന് കുത്താനാണോ? ചാനൽ ചർച്ചകളിൽ നമ്മുടെ തീപ്പൊരി മുഖമായിരുന്നില്ലേ സ്വരാജ്? അയാൾ കോരിയ വെള്ളമെല്ലാം ഒരാളുടെ മാത്രം കിരീടത്തിലേക്കാണ് ഒഴുകുന്നത്. ഈ നേതാക്കളെയെല്ലാം ഒഴിവാക്കിയ പോലെ തന്നെയല്ലേ ഗോവിന്ദൻ മാസ്റ്ററുടെയും റഹീമിൻ്റെയും ഒക്കെ കാര്യവും? ഗോവിന്ദൻ മാസ്റ്ററും റഹീമും എവിടെ? അവരെ ഒതുക്കുകയല്ലേ പാർട്ടി എന്ന പേരിൽ ഈ ഒരൊറ്റയാൾ ചെയ്യുന്നത്? എല്ലാം ക്യാപ്റ്റൻ തന്നെ തീരുമാനിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംഘടനാ നേതൃത്വം? നേതൃത്വമേ, ഇത് വരാനിരിക്കുന്ന വലിയൊരു പൊട്ടിത്തെറിയുടെ മുന്നോടിയാണ്. പാർട്ടി എന്നാൽ ഒരു കുടുംബമല്ല, അതൊരു പ്രസ്ഥാനമാണ്. വ്യക്തിപൂജയും കുടുംബവാഴ്ചയും കടന്നുകൂടിയാൽ ഈ ചുവപ്പുകോട്ട തകരാൻ അധിക സമയം വേണ്ട. ഇത് തിരുത്താനുള്ള അവസാനത്തെ മുന്നറിയിപ്പാണ്. വിശ്വസ്തയോടെ പാർട്ടിയെ സ്നേഹിക്കുന്ന, നെഞ്ചേറ്റുന്ന ഒരു സാധാരണ സഖാവ്. ഇങ്ങനെയാണ് ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇയാൾ. ഇതിൽ പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ട്. കെ ശൈലജയുടെ കാര്യത്തിൽ, M.V. ഗോവിന്ദൻ്റെ കാര്യത്തിൽ, M. സ്വരാജിൻ്റെയും A.A. റഹീമിൻ്റെയും കാര്യത്തിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ കുറിപ്പിൽ എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ യോജിക്കാതെ വയ്യ. പാർട്ടി ഒരാളുടെ കൈകളിലേക്ക് ഒതുങ്ങുന്നു എന്ന കാര്യത്തിൽ. അയാൾ പിണറായി വിജയനാണ് എന്ന് ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ പാർട്ടി തകർന്നതിന് കാരണം തന്നെ ഇതാണ്. ഇപ്പോഴും തലയ്ക്കുള്ളിൽ കമ്മ്യൂണിസം എന്താണെന്നറിയാതെ അത് കുത്തിനിറച്ച് ഇൻകുലാബ് ചിന്താവ, പിണറായി വിജയൻ ചിന്താവ എന്ന് കാറിക്കരയുന്ന അന്തങ്ങൾക്ക് എന്നാണോ ഇനി നേരം വിളിക്കുന്നത്?